2026 ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന UDF-ന് മുന്നിൽ ഇനിയും കടമ്പകളേറെയുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വാദിക്കുമ്പോഴും ഒരു സിറ്റിംഗ് സീറ്റും LDF-ൽ നിന്ന് പിടിച്ചെടുക്കാൻ UDF-ന് കഴിഞ്ഞില്ല. ഏറെ വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും സർക്കാരിൽ നിന്നൊരു സീറ്റ് കുറയ്ക്കാൻ UDF-ന് ഇനിയും കഴിഞ്ഞിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. 4-ലും വിജയിച്ചെങ്കിലും എല്ലാം UDF ഭരിച്ച സീറ്റുകൾ നിലനിർത്തിയതായിരുന്നു. LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യം. ഭൂരിപക്ഷം കുറച്ചെങ്കിലും വിജയിക്കാനായില്ല. 2016-ൽ UR പ്രദീപ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ നേടിയതും UDF-ന് തിരിച്ചടി. ഭരണവിരുദ്ധ വികാരമെന്ന് പ്രചരിപ്പിക്കാനും കഴിയില്ല. പാലക്കാട് വലിയ വിജയം നേടിയെങ്കിലും LDF-ന്റെ വോട്ട് കുറയ്ക്കാനായില്ല. 2026-ൽ അധികാരം സ്വപ്നം കാണുന്ന UDF-ന് അടിത്തട്ടിൽ കാര്യമായി പണിയെടുക്കേണ്ടി വരും. തൃശൂരിൽ ഉൾപ്പെടെ സംഘടനാ ദൗർബല്യം നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് എന്നായിരുന്നു VD സതീശന്റെ പ്രസ്താവന. തൃശ്ശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂര് ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ? UDF-ന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ലയെ എത്തിക്കും. ആദ്യ ലക്ഷ്യം 1 വർഷത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴേ ഒരുങ്ങാൻ പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘടനാ ദൗർബല്യം നേരിടുന്ന ജില്ലകളിൽ നേതൃത്വം നേരിട്ട് പ്രശ്നപരിഹാരത്തിന് ഇടപെടും. വേഗത്തിൽ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ KPCC ഇതിനകം നിർദ്ദേശം നൽകി. BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചോരുന്ന കോൺഗ്രസ് വോട്ട് പിടിച്ചു നിർത്താനുള്ള ഇടപെടലും ഇനി ആരംഭിക്കും. 24 തിരുവനന്തപുരം.